എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സെറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സെറ്റ്സിലെ ഓപ്പറേഷൻസിനെ കുറിച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് ഓപ്പറേഷനായ യൂണിയൻ എന്താണ്, ആ യൂണിയന്റെ പ്രോപ്പർട്ടീസും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെറ്റ്സിലെ രണ്ടാമത്തെ ഓപ്പറേഷനായ ഇന്റർസെക്ഷനെ കുറിച്ചാണ്. യൂണിയന് രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇന്റർസെക്ഷൻ. എന്താണ് ഇന്റർസെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇന്റർസെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സെറ്റ് നമ്മൾ എടുത്തു. എക്സാമ്പിളോട് നമുക്ക് എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കാം. എ എന്ന സെറ്റും ബി എന്ന സെറ്റും. എ എന്ന സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാ മക്കളെ? യെസ്, 1 2 3 4 ആണ്. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് 3 4 5 6 ആണ്. ഇനി എ എന്ന സെറ്റും ബി എന്ന സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷനെ ഡിനോട്ട് ചെയ്യാം. യൂണിയനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്തായിരുന്നു? യെസ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ യു എന്ന ലെറ്റർ കൊണ്ടാണ് യൂണിയന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇന്റർസെക്ഷനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സിമ്പിൾ നേരെ തിരിച്ചിട്ടാൽ. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ യു ഈസ് ഡിനോട്ടഡ് ബൈ യൂണിയൻ. ആ യു എന്ന ലെറ്ററിനെ തിരിച്ചിട്ടത് നോക്കിയേ, ബോർഡിലേക്ക് നോക്കിയേ, ഇതാണ് ഇന്റർസെക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് എടുത്തു, എ എന്ന സെറ്റും ബി എന്ന സെറ്റും. ഈ രണ്ട് സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എങ്ങനെ എഴുതാം നമുക്ക്? എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി, യൂണിയന്റെ നേരെ തിരിച്ചിട്ടത് അല്ലേ? എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്, എ ഇന്റർസെക്ഷൻ ബി. എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ്, സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ബിലോങ്സ് ടു, ആ എലമെന്റ്സ് ഉൾപ്പെടണം ബോത്ത് എ ആൻഡ് ബി, ബോത്ത് എ ആൻഡ് ബി. ഒരേ സമയം, ബോത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അല്ലെ, ഒരേ സമയം എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും വരുന്ന എലമെന്റ്സ് ആണ് ആ രണ്ട് സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഉള്ള സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ്. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ്. ഇവിടെ നോക്കിയ എലമെന്റ്സ് 1, അത് ബിയിലുണ്ടോ? ഇല്ല, 1 എന്ന എലമെന്റ്സ് എയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഇന്റർസെക്ഷൻ എന്ന സെറ്റിലേക്ക് വരില്ല. ഇന്റർസെക്ഷനിൽ വരണമെങ്കിൽ രണ്ടിലും ഒരേ സമയത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ രണ്ട് സെറ്റും അനലൈസ് ചെയ്താൽ രണ്ട് സെറ്റിനും വരുന്ന കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ് മക്കളെ? യെസ്, 3ഉം 4ഉം ആണ്. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് 3 4. അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ബി ഉണ്ടായാൽ മതി, ഓർ ആയിരുന്നു അല്ലെ? എ യൂണിയൻ ബി ഈക്വൽ ടു ഒന്നെങ്കിൽ സെറ്റ് എയില് അല്ലെങ്കിൽ സെറ്റ് ബിയില്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കി. യൂണിയൻ എന്ന് പറഞ്ഞാൽ എ ഓർ ബി, നമുക്ക് അങ്ങനെ പറയാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ഒരേ സമയം എയിലും ബിയിലും ഉണ്ടെങ്കിൽ അത് ഇന്റർസെക്ഷനിലേക്ക് വരുള്ളൂ. അപ്പൊ എ എന്ന സെറ്റിൽ എലമെന്റ്സ് 1 2 3 4, ബി ഈക്വൽ ടു 3 4 5 6 ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് 3 4. ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. നമ്മൾ എക്സ് എന്ന സെറ്റ് എടുത്തു. എക്സ് ഈക്വൽ ടു എ ബി സി, എക്സ് ഈക്വൽ ടു എ ബി സി. വൈ ഈക്വൽ ടു സി ഡി എടുത്തു, വൈ ഈക്വൽ ടു സി ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും വൈയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ബിലോങ്സ് ടു ബോത്ത് എക്സ് ആൻഡ് വൈ. ബോത്ത് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ഒരേ സമയം എക്സിലും വൈയിലും വരുന്ന എലമെന്റ്സ്. അത് ഏത് മാത്രമേ ഉള്ളത്? യെസ്, സി എന്നൊരു എലമെന്റ്സ്. ദാറ്റ് ഈസ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു സെറ്റ് സി. ഇനി നമുക്ക് ഇന്റർസെക്ഷന്റെ ഒരു ഡെഫിനിഷൻ, ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. എന്താണ് ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് ഓടിച്ചു പറയാം. മക്കളെ നോക്കി, ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി, രണ്ട് സെറ്റുകൾ എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദി സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ്, സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും വിച്ച് ബിലോങ്സ് ടു ബോത്ത് സെറ്റ് എ ആൻഡ് സെറ്റ് ബി. ആ എലമെന്റ്സ്, സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും, ആ എലമെന്റ്സിന്റെ പ്രത്യേകത അത് എവിടെ ഉണ്ടായിരിക്കണം? ബോത്ത് സെറ്റ് എ ആൻഡ് ബി. ബോത്ത് സെറ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം, ബി എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഒന്നെങ്കിൽ എ ഉണ്ടായാൽ മതി,
അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായാൽ മതി. പക്ഷേ ഇന്റർസെക്ഷൻ അതല്ല, ഒരേ സമയത്ത് എയിലും വേണം ബിയിലും വേണം. തിരിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ദ സിമ്പിൾ, ഈ സിമ്പിൾ കണ്ടിട്ട് നിങ്ങളെ യു തിരിച്ചിട്ടത്. ദ സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദി ഇന്റർസെക്ഷൻ ഓഫ് ദി സെറ്റ്. ഓക്കെ, the intersection of set A and B is written as A intersection B. എന്താ വായിക്കുക? A intersection B. നമ്മൾ യൂണിയനിൽ നമ്മൾ ഈ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് യൂണിയൻ എന്നതിന്റെ ഒരു സെറ്റ് ബിൽഡർ ഫോമിലുള്ള ഡെഫിനിഷൻ എഴുതിയിരുന്നു. അപ്പൊ അതേപോലെ എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഒരു ഡെഫിനിഷൻ, A intersection B equal to set of all x such that ആ എക്സിന്റെ അഥവാ ആ എലമെന്റ്സിന്റെ പ്രത്യേകത x belongs to A, x എവിടുത്തെ എലമെന്റ്സ് ആയിരിക്കണം? എയിലെ എലമെന്റ്സ് ആയിരിക്കണം. ആൻഡ് ഇതാണ് ഇമ്പോർട്ടന്റ് വേർഡ്, ആൻഡ് x belongs to B എന്ന് പറഞ്ഞാൽ A ഇന്റർസെക്ഷൻ B എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ഒരേ സമയത്ത് എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടായിരിക്കണം. A യൂണിയൻ B ആയിരുന്നപ്പോ എന്തായിരുന്നു ഡെഫിനിഷൻ സെറ്റ് ബിൽഡർ ഫോമിൽ? കൂട്ടുകാരെ ഓർക്കുന്നില്ലേ? എന്തായിരുന്നു? A യൂണിയൻ B equal to set of all x such that x belongs to A. ഇവിടെ ആൻഡിന്റെ സ്ഥാനത്ത് എന്തായിരുന്നു? ഓർ അല്ലെങ്കിൽ x belongs to B. then intersection ആവുമ്പോൾ x belongs to A and x belongs to B എന്ന് പറഞ്ഞ ഒരേ സമയത്ത് എയിലും വേണം ബിയിലും വേണം. ഒഴിച്ചു പറയാണ്. ഇനി നമ്മൾ നോക്കുക, ഇന്റർസെക്ഷന്റെ യൂണിയന്റെ വെൻ ഡയഗ്രാം വരച്ചിരുന്നു. അതേപോലെ തന്നെ ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രാം മക്കളെ നോക്കി നിങ്ങൾ രണ്ട് സെറ്റ് വരച്ചു. A എന്ന സെറ്റും ബി എന്ന സെറ്റും വരച്ചിട്ടുണ്ട്. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം എയിലും ബിയിലും വേണം. യൂണിയന് നമ്മൾ എവിടെയായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്? ഈ രണ്ട് സർക്കിളിന്റെയും ഉള്ളിൽ അല്ല, മൊത്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും മൊത്തമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. കാരണം ഈ മൂന്ന് റീജിയന്, ഇത് എക്ക് സ്വന്തമുള്ള റീജിയൻ ആണ്, ഇത് ബിയുടെ സ്വന്തം റീജിയൻ ആണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എന്റെയും ബിന്റെയും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഭാഗവും ഷെയ്ഡ് ചെയ്തിരുന്നു. ഓർക്കുന്നില്ല? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും വരണം, എയിലും വരണം ബിയിലും വരണം. അപ്പൊ കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏത് റീജിയൻ ആയിരിക്കും ഇന്റർസെക്ഷന്റെ ഭാഗത്തിൽ വരിക? ഈ ഭാഗത്തിലുള്ള എലമെന്റ്സ് വരുമോ? ഇല്ല. ഈ ഭാഗത്തിലുള്ള എലമെന്റ്സ് വരുമോ? ഇല്ല. രണ്ടിലും വരുന്ന എലമെന്റ്സ് ആണ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. A equal to set 1 2 3 4. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി 1 2 എഴുതാം. 3 4 3 4 എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? 3 4 എവിടെയാണ് എഴുതുക? ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആ പോർഷനിലാണ് എഴുതുക. then ബിയിലുള്ള എലമെന്റ്സ് 3 4 5 6. ബിക്ക് 3 4 ഓൾറെഡി കിട്ടി, 5 6 ഇവിടെ കിട്ടി. ഇനി നോക്കുക, ഇന്റർസെക്ഷൻ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 ഉം 4 ഉം. അപ്പൊ ഈ ഭാഗമാണ്, നോക്കി മക്കളെ, ഈ ഭാഗമാണ് ഇന്റർസെക്ഷന് ഷെയ്ഡ് ചെയ്യുന്നതിന്റെ ഭാഗം. ക്ലിയർ ആണല്ലോ? യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതും 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 ഉൾപ്പെടും. ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഈ ഭാഗം മാത്രം. ഇതാണ് വെൻ ഡയഗ്രാം, എ ഇന്റർസെക്ഷൻ ബിന്റെ വെൻ ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പേഴ്സണൽ ആയിട്ട് ചോദിക്കാം മക്കളെ. അപ്പൊ ഇന്റർസെക്ഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടീസിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കൺസെപ്റ്റ് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സെറ്റ് എടുത്തു. മക്കളെ നോക്കി, എ എന്നൊരു സെറ്റ്, എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഏഴ് എലമെന്റ്സ് നോക്കി നിങ്ങൾ, 1 2 3. ബി ഈക്വൽ ടു സെറ്റ് 4 5 6. A equal to set 1 2 3 യും B equal to set 4 5 6 ആണ്. എയും ബിയും തമ്മിലുള്ള യൂണിയൻ എന്ന് പറഞ്ഞു നോക്കൂ. യൂണിയൻ ആണ് പറയുന്നത്. A യൂണിയൻ B equal to എന്താ വരിക? സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ഐദർ ഇൻ A or in B എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ A ഉണ്ടായാൽ മതി അല്ലെങ്കിൽ B ഉണ്ടായാൽ മതി. ദാറ്റ് ഈസ് A യൂണിയൻ B equal to സെറ്റ് എന്തൊക്കെ വരും? 1 2 3 വരും, 4 5 6 ഉം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിയൻ അല്ല, ഇന്റർസെക്ഷൻ ആണ്. നമ്മള് എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഒന്ന് എഴുതാൻ പോവാണ്. എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്, എ ഇന്റർസെക്ഷൻ ബി അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താണ് അതിന്റെ ഡെഫിനിഷൻ? സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ബോത്ത് ഇൻ എ ആൻഡ് ബി. ഒരേ സമയം എയിലും വേണം ബിയിലും വേണം. മക്കളെ നോക്കി, എയിൽ വരുന്ന എലമെന്റ്സ് 1 2 3 അല്ലേ? ബിയിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 4 ഉം 5 6 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ്സ് വരുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കി, ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നമുക്ക് എന്താ വരിക? ഒരു എലമെന്റ്സ് ഇല്ലാത്ത സെറ്റ് നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്? യെസ്, നൾ സെറ്റ്. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? എംപ്റ്റി സെറ്റ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഫൈ അല്ലേ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഈ ഒരു എക്സാമ്പിളില്
എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നൾ സെറ്റ്. അങ്ങനെ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷൻ നൾ സെറ്റ് കിട്ടിയാൽ അങ്ങനത്തെ സെറ്റിനെ നമ്മൾ പറയും ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ് മക്കളെ? എഴുതി വെക്കണം. ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്? Two set A and B are said to be disjoint if എന്താ കണ്ടീഷൻ? If A intersection B equal to 5. A intersection B equal to 5 ആണെങ്കിൽ A and B are called disjoint set. എന്താ disjoint set എന്ന് പറഞ്ഞാൽ two set A and B are said to be disjoint if A intersection B equal to 5. Aലും Bയിലും കോമൺ എലമെന്റ്സ് വരുന്നില്ലെങ്കിൽ ആ രണ്ട് സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. അപ്പൊ നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്കറിയാം റെക്ടാംഗിൾ പോർഷൻ വരക്കും. റെക്ടാംഗിൾ റീജിയൻ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടെ രണ്ട് സെറ്റ് വരക്കണം. എ എന്ന സെറ്റും ബി എന്ന സെറ്റും. ഇവിടെ നമുക്ക് എയും ബിയും കൂട്ടി വരക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാ അത് നമ്മൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കണം. എപ്പോഴാ നമ്മൾ ഇങ്ങനെ വരക്കില്ലേ മക്കളെ? നോക്കി നിങ്ങള് ഇങ്ങനെ എ എന്ന സെറ്റ് വരച്ചു. സെറ്റിനെ നമുക്കറിയാം സർക്കിൾസ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ എപ്പോഴാണ് നമുക്ക് വരക്കേണ്ടി വരിക? എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ കോമൺ എലമെന്റ്സ് ഇതിനുള്ളിൽ എഴുതാനാണ് നമ്മൾ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നിൽ കയറ്റി വരക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു എലമെന്റ്സ് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വരച്ചാൽ മതി? സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ട് സെറ്റ് വരച്ചാൽ മതി അല്ലെ? കാരണം എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഇല്ല. അപ്പൊ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് ഇവിടെ നോക്കി, എ ഇവിടെ എന്ത് ചെയ്തു? ബി എന്നൊരു സെറ്റ് എടുത്തു. അപ്പൊ ഇതാണ് ഡിസ്ജോയിന്റ് സെറ്റിന്റെ ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രാം. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എ ഇവിടെയാണ്, ബി ഇവിടെയാണ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കാണ്. കോമൺ എലമെന്റ്സ് വരുന്നില്ല അല്ലെ? ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുമ്പോൾ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അതേപോലെ ഇങ്ങനെ ഒന്ന് ഈ ഇപ്പുറത്തും ഒന്ന് അപ്പുറത്തും പോയി ഓട്ടോയിലൊക്കെ പോണ്ട് കണ്ടുണ്ടാവും, തെറ്റി പോണ്ട് കണ്ടുണ്ടാവും. നിങ്ങള് ഒരാൾ ഈ സൈഡിലും ഉണ്ടാവും, ഒരാൾ അങ്ങേ സൈഡിലും ഉണ്ടാവും. ആ കണ്ടപ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. യൂണിയന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മളെ സാവധാനം എക്സാമ്പിൾ സഹിതം ഒക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. നോട്ട് ബുക്കില് ഈ ഭാഗം എഴുതുമ്പോൾ ഓരോ എക്സാമ്പിൾ ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രോപ്പർട്ടീസ് മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സമാധാനത്തോടു കൂടി എഴുതി വെക്കണം. മനസ്സിന് സമാധാനം കൊടുത്ത് എഴുതി വെക്കണം. ഓക്കെ, പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് രണ്ട് സെറ്റ് നമ്മൾ എടുത്തു, എയും ബിയും. എ ഇന്റർസെക്ഷൻ ബി ചെയ്താലും ബി ഇന്റർസെക്ഷൻ എ ചെയ്താലും നമുക്ക് സെയിം ആയിരിക്കും കിട്ടുക. മനസ്സിലാവുന്നല്ലോ? അത് നിങ്ങൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ എടുക്കുക. എ ഈക്വൽ ടു ഇന്റർസെക്ഷൻ വരുന്ന മാതിരിക്കും. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 എടുത്തു. ബി ഈക്വൽ ടു സെറ്റ് 3 4 5 6 എടുത്തു. എ ഇന്റർസെക്ഷൻ ബി എന്താ വരിക? 3 4. ബി ഇന്റർസെക്ഷൻ എ എടുത്താൽ എന്താണ് വരിക? 3 4. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ പറയുന്നത് മൂന്ന് സെറ്റ് നമ്മൾ എടുത്തു, എയും ബിയും സിയും. അസോസിയേറ്റീവ് ലോ പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി, എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ട് ആ സെറ്റിനെ സിയുമായിട്ട് ഇന്റർസെക്ഷൻ ചെയ്താലും ബിയും സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ട് അതിന് എയുമായിട്ട് ഇന്റർസെക്ഷൻ ചെയ്താലും ഒരേ സെറ്റ് ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പഠിക്കാം. നെക്സ്റ്റ് ലോ ഓഫ് ഫൈവ്. ഫൈവ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്, കാലിയായ സെറ്റ്. ലോ ഓഫ് ഫൈവ് പറയുന്നത് ഏതൊരു സെറ്റും നൾ സെറ്റുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും വരിക? നൾ സെറ്റ്. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 എടുത്തു. ദെൻ ഒരു 5 കാലിയായ സെറ്റ് എടുത്തു. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്തായിരിക്കും? കാലിയായ സെറ്റ് ആയിരിക്കും. കാരണം രണ്ടിലും കോമൺ വരണല്ലോ. എ ഇന്റർസെക്ഷൻ 5 ഈക്വൽ ടു 5. നെക്സ്റ്റ് ലോ ഓഫ് യു. യൂണിവേഴ്സൽ ലോ ഓഫ് യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ, ദാറ്റ് ഈസ് എയും യൂണിവേഴ്സൽ സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും വരിക? ഏറ്റവും ചെറിയ സെറ്റായ എ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ലോ ഓഫ് യു. നെക്സ്റ്റ് ഐഡംപോർട്ടന്റ് ലോ. എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. ഏതൊരു സെറ്റും അതേ സെറ്റും തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്താൽ അതേ സെറ്റ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ യൂണിയനിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇത് മുഷക്കലായിട്ട് വരുന്നതാണ്. യൂണിയൻ ഇന്റർസെക്ഷനും മുഷക്കലായിട്ട് ഇടകലർന്ന് വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ.
അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 സെറ്റ് വേണ്ടി വരും, എയും ബിയും സിയും. 2 ലോ ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. നോക്കി, യൂണിയൻ ഇന്റർസെക്ഷനും വരുന്നുണ്ട്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി അത് എന്തിന് ഈക്വൽ ആണ്? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇനി അടുത്ത് നോക്കി നിങ്ങള്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല, നിങ്ങൾ 3 സെറ്റ് എടുത്തുകാണ്ട് ഈ രൂപം LHS ഉം RHS ഉം ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് വിട്ടു തന്നു. ഓക്കെ, പ്രോപ്പർട്ടീസ് പഠിക്കാം. നമ്മൾ പഠിച്ച ഡിസ്ജോയിന്റ് സെറ്റ് പറഞ്ഞ 2 സെറ്റ് എടുത്തു. 2 സെറ്റിന് കോമൺ എലമെന്റ്സ് വരുന്നില്ലെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സെറ്റ്സിലെ 3ാമത്തെ ഓപ്പറേഷൻ ആണ്. യൂണിയനും ഇന്റർസെക്ഷനും വരുന്ന 3ാമത്തെ ഓപ്പറേഷൻ ആണ് ഡിഫറൻസ് ഓഫ് സെറ്റ്. സെറ്റിന്റെ ഡിഫറൻസുകൾ എങ്ങനെ കാണാം? നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിളിലൂടെ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. രണ്ട് എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടി 2 സെറ്റ് എടുത്തിട്ടുണ്ട്. എ എന്ന സെറ്റും ബി എന്ന സെറ്റും. എ എന്ന സെറ്റിലെ എലമെന്റ്സ് 1 2 3 4 ആണ്. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് 3 4 5 6 ആണ്. ആദ്യം നമ്മൾ കാണുന്നത് എ എന്ന സെറ്റും ബി എന്ന സെറ്റും തമ്മിലുള്ള ഡിഫറൻസ്. എ എന്ന സെറ്റും ബി എന്ന സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഡിനോട്ടഡ് ബൈ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റും ബി എന്ന സെറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. എ മൈനസ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അഥവാ അതിന്റെ മീനിങ് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ വിച്ച് ആർ നോട്ട് ഇൻ ബി. എ മൈനസ് ബിന്റെ മീനിങ് ഏലുണ്ടാവും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം, എന്നാൽ ബി എന്ന സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. എ മൈനസ് ബി ഈസ് ദി സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ഇൻ എ ആൻഡ് നോട്ട് ഇൻ ബി. ഏലുണ്ടാവണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എ മൈനസ് ബി നമ്മൾ എഴുതി നോക്കാം. ഏലുണ്ടാകണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നോക്കി നിങ്ങൾ ഫസ്റ്റ് ഏല എലമെന്റ്സ് ഏതാണ്? 1 ഏലുണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ബിയിൽ വന്നിട്ടില്ല. അപ്പൊ എ മൈനസ് ബിയിലെ ഫസ്റ്റ് എലമെന്റ്സ് 1 വരും. ക്ലിയർ ആണല്ലോ. ഇനി ഏല് രണ്ടാമത്തെ എലമെന്റ്സ് നോക്കാം. 2 ഏലുണ്ട്, ബിയിൽ വന്നിട്ടില്ല. അപ്പൊ അത് എ മൈനസ് ബിയിലെ എലമെന്റ്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ 1 ഉം 2. ഇനി അടുത്ത എലമെന്റ്സ് നോക്കി നിങ്ങൾ 3 ഏലും വന്നിട്ടുണ്ട്, ബിയിലും വന്നിട്ടുണ്ട്. എ മൈനസ് ബിന്റെ ഡെഫിനിഷൻ ഏലുണ്ടാവണം, എന്നാൽ ബിയിൽ ഉണ്ടാകാനും പാടില്ല. പക്ഷെ 3 ഏലുണ്ട്, ബിയിൽ വന്നിട്ടില്ല, ബിയിലും വന്നിക്കണം. അപ്പൊ 3 എ മൈനസ് ബിയിൽ വരൂല. അതേപോലെ തന്നെയാണ് 4ഉം. ഏലുണ്ട്, അതേസമയം ബിയിലുണ്ട്. അപ്പൊ എ മൈനസ് ബിയിൽ വരുമോ? ഇല്ല. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 1 2. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഏലുണ്ടാവണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് തിരിച്ച് ഇതേമാതിരിക്ക് എന്ത് ചെയ്യാം? ബി മൈനസ് സി ഒന്ന് കണ്ടു നോക്കാം. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റും എ എന്ന സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് സെറ്റ് ബി ആൻഡ് എ. എന്തായിരിക്കും ബി മൈനസ് സി ആണ് ഡെഫിനിഷൻ? അത് എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ ആവൂല, മാറ്റം ഉണ്ടാവും അല്ലെ? ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ഇൻ സെറ്റ് ബി അല്ല. ഈ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ബിയിലെ എലമെന്റ്സ് ആയിരിക്കും. ആൻഡ് നോട്ട് ഇൻ സെറ്റ് എ, എന്നാൽ എവിടെ ഉണ്ടാകാനും പാടില്ല? സെറ്റ് എ ഉണ്ടാകാനും പാടില്ല. അതാണ് ബി മൈനസ് എ. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ മക്കളെ ബിയിൽ ഉണ്ടാവണം, എന്നാൽ എ ഉണ്ടാകാൻ പാടില്ല. അതല്ലേ ബി മൈനസ് എ. അപ്പൊ നമ്മൾ ബിയിലുള്ള എലമെന്റ്സ് നോക്കാം. 3 ഫസ്റ്റ് എലമെന്റ്സ് 3. ആ 3 എവിടെയും വന്നിട്ടുണ്ട്, ഏലും വന്നിട്ടുണ്ട്. അപ്പൊ 3 എന്ന എലമെന്റ്സ് ബി മൈനസ് എയിൽ വരുമോ? ഇല്ല. അടുത്ത എലമെന്റ്സ് നോക്കി 4ഉം അതേ സ്ഥിതി അല്ലേ, 2ലും വന്നിട്ടുണ്ട്. അപ്പൊ അത് ബി മൈനസ് എയിൽ വരില്ല. അടുത്ത എലമെന്റ്സ് 5 ബിയിലുണ്ട്, പക്ഷെ ഏല് വന്നിട്ടില്ല. അപ്പൊ ബി മൈനസ് എയിലെ എലമെന്റ്സ് ഏത് വരും? 5 വരും. ഓക്കെ. ഇനി അടുത്ത് നോക്കി നിങ്ങൾ 6 ഏല് വന്നിട്ടില്ല. ദാറ്റ് ഈസ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സെറ്റ് 5 6 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? ബി മൈനസ് എ. ഇനി ഒരു ഒറ്റ എക്സാമ്പിൾ നോക്കി നിങ്ങളെ. എക്സ് ഈക്വൽ ടു സെറ്റ് എ ബി സി, വൈ ഈക്വൽ ടു സെറ്റ് സി ഡി. പെട്ടെന്ന് പറയൂ. ഫസ്റ്റ് നമ്മൾ എക്സ് മൈനസ് വൈ എഴുതാം. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൽ ഉണ്ടാവണം, എന്നാൽ വൈയിൽ ഉണ്ടാകാൻ പാടില്ല. എക്സിൽ ഉണ്ടാവണം, വൈയിൽ ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെ എലമെന്റ്സ് വരിക? എയും ബിയും ആണ് വരിക. സി എക്സിലുണ്ട്, പക്ഷെ അത് എവിടെയും വന്നിട്ടുണ്ട്, വൈയിലും വന്നിട്ടുണ്ട്. അപ്പൊ അത് എക്സ് മൈനസ് വൈയിൽ പറ്റൂല. ഇനി അടുത്ത് ഏതൊന്ന് കണ്ടുനോക്കുക. വൈ മൈനസ് എക്സ് ഒന്ന് കണ്ടുനോക്കുക.
y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വൈയിൽ ഉണ്ടാവണം, y എന്ന സെറ്റിൽ ഉണ്ടാവണം, എക്സിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഏതാ? സി. ഫസ്റ്റ് എലമെന്റ് സി പറ്റില്ല, കാരണം അത് എക്സിലും വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് y മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഒറ്റ എലമെന്റ്സ് വരുള്ളൂ. അത് ഏതാണ്? ഡി. അപ്പൊ ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. ഇതാണ് മൂന്നാമത്തെ ഓപ്പറേഷൻ ആയ ഡിഫറൻസ്. ഡെഫിനിഷൻ നോക്കി നിങ്ങളെ. ദ ഡിഫറൻസ് ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി, രണ്ട് സെറ്റ് എടുത്തു എയും ബിയും, അതിന്റെ ആ രണ്ട് സെറ്റിന്റെ ഡിഫറൻസ് ഈസ് ദി സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ. എ എന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും വിച്ച് ആർ നോട്ട് ഇൻ സെറ്റ് ബി. എന്നാൽ അത് എവിടെ ഉണ്ടാകാൻ പാടില്ല? വിച്ച് ആർ നോട്ട് ഇൻ സെറ്റ് ബി. സെറ്റ് ബിയിൽ ഉണ്ടാകാൻ പാടില്ല, എന്നാൽ എ എന്ന സെറ്റിൽ ഉണ്ടാകും വേണം. അതാണ് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എ മൈനസ് ബി. ഇനി നോക്കുക, എയും ബിയും തമ്മിലുള്ള ഡിഫറൻസിന്റെ സെറ്റ് ബിൽഡർ ഫോം, ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, എന്നാൽ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നോക്കി നിങ്ങൾ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിലുണ്ട് ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു. നമുക്കറിയാം ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ ഇട്ടുകൊണ്ട് ഒന്ന് ക്രോസ് ചെയ്താൽ അതിന്റെ മീനിങ് ഉൾപ്പെടുന്നില്ല എന്നാണ്. അപ്പൊ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അപ്പൊ എക്സ് എലമെന്റ്സ് എയിലുണ്ട്, എന്നാൽ അത് എവിടെ ഇല്ല? ബിയില് വന്നിട്ടില്ല. ഇതാണ് എ മൈനസ് ബിന്റെ ഡെഫിനിഷൻ. ഇനി മക്കളെ, ഇതേപോലെ നമുക്ക് ബി മൈനസ് എന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതിക്കൂടെ? ബി മൈനസ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം, എവിടെ ഉണ്ടാകരുത്? എയിൽ ഉണ്ടാകരുത് എന്നാണ്. അപ്പൊ എന്തായിരിക്കും ഡെഫിനിഷൻ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. സെറ്റ് ബിൽഡർ ഫോമില് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ എലമെന്റ്സ്, ആ എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? പറയൂ. എവിടെ? യെസ്, ബി എന്ന സെറ്റില്. എക്സ് ബിലോങ്സ് ടു ബി. ആൻഡ് അതേ സമയം ആ സെറ്റിലെ എലമെന്റ്സ് എവിടെ ഉണ്ടാകാൻ പാടില്ല? എയില് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നോക്കി നിങ്ങൾ, ബി മൈനസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇത് നമ്മൾ എന്ത് ചെയ്യാം? യൂണിയനിലും ഇന്റർസെക്ഷനിലൊക്കെ വെൻ ഡയഗ്രം വരച്ച പോലെ ഇവിടെ നമ്മൾ വെൻ ഡയഗ്രം വരക്കാണ്. എ മൈനസ് ബിന്റെ വെൻ ഡയഗ്രം വരക്കാൻ പോകണേ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയില് വേണം, എന്നാൽ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നോക്കി നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നോക്കി നിങ്ങൾ, ഈ പാർട്ടിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഷെയ്ഡ് ചെയ്താൽ അതൊക്കെ ഡിഫറൻസിൽ വരും. ഈ പാർട്ട് പറ്റുമോ? ഇല്ല, കാരണം ഇത് ബിയിലും ബിക്ക് വരുന്ന ആളാണ്, അല്ലെ? ബിന്റെ റീജിയൻ ആണ്. ഈ പാർട്ട് പറ്റുമോ? ഇല്ല, ഇവിടെയും പറ്റൂല. കാരണം എന്താ? ഇത് രണ്ടാക്കും എയിലും വരുന്നുണ്ട്, ബിക്കും വരുന്നുണ്ട്. അപ്പൊ എ മൈനസ് ബിയിൽ ആ എലമെന്റ്സും വരില്ല, കോമൺ വരുന്ന എലമെന്റ്സും വരില്ല, ബിയിൽ മാത്രമുള്ള എലമെന്റ്സും എ മൈനസ് ബിയിൽ വരില്ല. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിലുള്ള നോക്കി നിങ്ങൾ, എക്ക് മാത്രം പറഞ്ഞിട്ടുള്ള എയില് മാത്രമുള്ള എലമെന്റ്സ് എ മൈനസ് ബിയിൽ വരുള്ളൂ. ഇനി ചെറുതായിട്ട് നമ്മളൊന്ന് വരക്കുണ്ട്. നോക്കി, ബി മൈനസ് എന്റെ വെൻ ഡയഗ്രാം അങ്ങനെ വരക്കാണ്. ഇവിടെ യു രണ്ട് സെറ്റ് എടുത്തു. നോക്കി, രണ്ട് സെറ്റ് എടുത്തു. ഇത് ഏതാണ്? എ, ഇത് ബി. ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഉണ്ടാവണം, എയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത്രയും ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഈ ഭാഗത്തുള്ളതായിരിക്കും എന്തായിട്ട് വരിക? ബി മൈനസ് എന്റെ വെൻ ഡയഗ്രാം. അപ്പൊ ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഡിഫറൻസ് എന്ന ഭാഗത്തിലെ കുറച്ച് നോട്ട്, ഈ നോട്ടൊക്കെ എഴുതി വെക്കുന്നത്, നോട്ടായിട്ട് തരുന്നതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ബുക്കിൽ എഴുതണം. ഇത് നമ്മുടെ പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. എൻട്രൻസ് എക്സാമിനൊക്കെ ഉപകരിക്കുന്ന ഭാഗമാണ് നോട്ടായിട്ട് തരുന്നത്. ഫസ്റ്റ് നോട്ട് നോക്കുക. ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി, രണ്ട് സെറ്റ്, എ എന്ന സെറ്റും ബി എന്ന സെറ്റും, ആ രണ്ട് സെറ്റും ഈക്വൽ സെറ്റ് അല്ലെങ്കിൽ എ മൈനസ് ബി ഒരിക്കലും എന്തിന് ഈക്വൽ ആവില്ല? ബി മൈനസ് എക്ക് ഈക്വൽ ആവില്ല. ഓക്കെ, നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ തന്നെ, അത് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. പെട്ടെന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ നിങ്ങൾ. എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു സെറ്റ് എ ബി എന്നെടുത്തു. സെറ്റ് എ ബി, എയും ബിയും ഈക്വൽ സെറ്റ് ആണോ? അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി നമ്മൾ കാണാം. എ മൈനസ് ബി അല്ലെങ്കിൽ വേണമെങ്കിൽ എ മൈനസ് ബി ഇവിടെ 5 ആണ് വരിക. അങ്ങനത്തെ അല്ലാത്ത കേസ് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് എടുത്തു. ബി എന്ന സെറ്റ് നമ്മൾ എടുത്തത് 3ഉം 4ഉം ആണ്. പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി എയും ബിയും ഈക്വൽ സെറ്റ് അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. മക്കളെ പറയും, എ മൈനസ് ബി കാണാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, എന്നാൽ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ് വരിക? 1ഉം 2ഉം മാത്രമേ വരുള്ളൂ, കാരണം 3 ഇവിടെ വന്നിട്ടുണ്ട്. എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 1 2. ബി മൈനസ് എ കാണാം. ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഉണ്ടാവണം, എന്നാൽ എയിൽ ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് ബി ആണ് പരിഗണിക്കേണ്ടത്. ബിയിലുള്ള എലമെന്റ്സ് 3ഉം 4ഉം ആണ്. അതിൽ 3 എയിലും വരുന്നുണ്ട്. അതുകൊണ്ട് ബി മൈനസ് എ ഒരൊറ്റ എലമെന്റ്സേ വരുന്നുള്ളൂ, ബി മൈനസ് എ.
ഈ നോക്കി എ മൈനസ് ബി എന്ന് പറഞ്ഞ സെറ്റ് 1 2 ആണ്, ബി മൈനസ് സി എന്ന് പറഞ്ഞ സെറ്റ് 4 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പൊ റിസൾട്ട് നോക്കി എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് സിയും ഈക്വൽ ആകൂല. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് നോട്ട്. അടുത്ത നോട്ട് എ ഈക്വൽ ടു ബി ആക്കി എടുത്തു. എ ഈക്വൽ ടു ബി, എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഈക്വൽ സെറ്റ് എടുത്തു. അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആക്കി എടുത്തു. എ സബ്സെറ്റ് ഓഫ് ബി, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ വരും. അതാണ് എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. പെട്ടെന്ന് നോക്കി ഒരു എക്സാമ്പിൾ എടുത്തു. എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു സെറ്റ് 1 2. നോക്കി എയും ബിയും സെയിം അല്ല, ഈക്വൽ സെറ്റ് ആണ്. ഇനി എ മൈനസ് ബി കാണാം. എ മൈനസ് ബി ഈക്വൽ ടു എന്താ വന്നത്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, എന്നാൽ ബിയിൽ ഉണ്ടാകാനും പാടില്ല. എയിലുള്ള എലമെന്റ്സ് 1 അത് ഇവിടെ വന്നിട്ടുണ്ട്, 2 അത് രണ്ടിടത്തും വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു എന്താ വരിക? 5. അപ്പൊ എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു 5. ക്ലിയർ ആണല്ലോ. ഈ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക, സബ്സെറ്റ് ഓഫ് ബി, ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങനെ എടുത്തു എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു തന്നെ നോക്കുക എ ഈക്വൽ ടു 1 2, ബി ഈക്വൽ ടു 1 2 അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ വന്നിട്ടുണ്ട്. ഇതന്നെ ഓക്കെയാണ്, എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആയി. ഈ വേണമെങ്കിൽ നോക്കി എ ഈക്വൽ ടു 1 2, ബി ഈക്വൽ ടു സെറ്റ് 1 2 3, എ സബ്സെറ്റ് ഓഫ് ബി അല്ലേ? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എ മൈനസ് ബി കാണുക. എ മൈനസ് ബി ഈക്വൽ ടു എന്താ? എ മൈനസ് ബിന്റെ ഡെഫിനിഷൻ എയിൽ ഉണ്ടാവണം, എന്നാൽ ബിയിൽ ഉണ്ടാകാനും പാടില്ല. എയിലുള്ള എലമെന്റ്സ് 1 2 അത് ബിയിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു എന്താ വന്നത്? നൾ സെറ്റ്. അപ്പൊ ഓക്കെ ആണല്ലോ. എയും ബിയും ഈക്വൽ ആണെങ്കിലും അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിലും എ മൈനസ് ബി ഈക്വൽ ടു എന്തായിരിക്കും? 5. ഇതേപോലെ നമുക്ക് തിരിച്ചു നമുക്ക് പറയാൻ പറ്റും. നോക്കി എ ഈക്വൽ ടു ബിയും ഓർ ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ, ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ബി മൈനസ് എ ഈക്വൽ ടു 5. അങ്ങനെയും പറയാം. നോട്ട് എഴുതി വെച്ചോളൂ. മൂന്നാമത്തെ നോക്കുക. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്, ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് വരാത്ത സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു എയും ബി മൈനസ് എ ഈക്വൽ ടു ബിയും ആയിരിക്കും. രണ്ട് സെറ്റ് എടുത്തു, അത് എന്തായിരിക്കണം? ഡിസ്ജോയിന്റ് സെറ്റ്. എ ഈക്വൽ ടു സെറ്റ് 1 2 എന്ന് എടുത്തു, ബി ഈക്വൽ ടു സെറ്റ് 3 4. നോക്കി നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണ് വരിക, ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. നമ്മൾ ആദ്യം എന്ത് കണ്ടുനോക്കുക? എ മൈനസ് ബി കണ്ടുനോക്കുക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, എന്നാൽ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. എയിലുള്ള എലമെന്റ്സ് 1 2 അത് ബിയിൽ വരാത്തത് കൊണ്ട് എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 1 2 തന്നെ വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് 1 എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റ് അല്ലേ? നോക്കിയേ എ മൈനസ് ബി ഈക്വൽ ടു എ. ക്ലിയർ ആണല്ലോ. എപ്പോഴേ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്. ഇനി ബി മൈനസ് എ ചെയ്ത് നോക്കി മക്കളെ. ബി മൈനസ് എ ഈക്വൽ ടു എന്താ? ബി മൈനസ് എന്റെ ഡെഫിനിഷൻ യെസ് ബിയിൽ ഉണ്ടാവണം, എന്നാൽ എയിൽ ഉണ്ടാകാൻ പാടില്ല. ബി എലമെന്റ്സ് 3 4 ബിയിൽ മാത്രമേ ഉള്ളൂ, അത് എയിൽ വന്നിട്ടില്ല. അപ്പൊ ബി മൈനസ് എ ഈക്വൽ ടു നമുക്ക് സെറ്റ് 3 4 വന്നു. സെറ്റ് 3 4 എന്താ സാധനം? ബി എന്ന സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു എ എന്ന സെറ്റും ബി മൈനസ് എ ഈക്വൽ ടു സെറ്റ് ബി എന്ന സെറ്റ് കിട്ടി. നാലാമത്തെ നോക്കുക. എ മൈനസ് ബി രണ്ട് സെറ്റ് എടുത്തു. ആ രണ്ട് സെറ്റ് എയിൽ നിന്ന് ബിന്റെ ഡിഫറൻസ് കണ്ടു. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ചെയ്താൽ കിട്ടുന്ന സെറ്റ് എന്റെ സബ്സെറ്റ് ആയിരിക്കും, ബി മൈനസ് എ ബിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. നാലാമത്തെ നോട്ട്. അഞ്ചാമത്തെ നോട്ട്. എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. അത് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് കാണാം, അപ്പൊ ഒരു സെറ്റ് കിട്ടും. ദെൻ എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ കാണാം, അപ്പൊ വേറൊരു സെറ്റ് കിട്ടും. ഇനി ഇവിടെ കിട്ടിയ സെറ്റും ഇവിടെ കിട്ടിയ സെറ്റും തമ്മിലുള്ള യൂണിയൻ എടുക്കുക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞത്? എ എന്ന സെറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു 5 നോട്ട്. ഈ 5 നോട്ടും നിങ്ങൾ എഴുതിയെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ എക്സാമ്പിൾ സൈഡ് നിങ്ങൾ പ്രൂവ് ചെയ്ത് നോട്ട് ബുക്കിൽ പ്രൂവ് ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിക്കുന്നതിന് എളുപ്പമാകും. മക്കളെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞു. സെറ്റിലെ 2 ഓപ്പറേഷൻസിനും അതിനൊരു ബൈ പാർട്ടും പറഞ്ഞു അല്ലെ? ഏതൊക്കെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു? ഇന്റർസെക്ഷനും പറഞ്ഞു, അതേപോലെ തന്നെ ഡിഫറൻസ് ഓഫ് സെറ്റും പറഞ്ഞു. പിന്നെ അതിലൊരു ബൈ പാർട്ട് ആയിട്ട് പറഞ്ഞു ഡിസ്ജോയിന്റ് സെറ്റും. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് നാളെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് വാട്സപ്പ് ചെയ്യും, ഗ്രൂപ്പിൽ ഇടാം. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് ഇടുമ്പോൾ ഞാൻ സമയം പറയും. ഇത്ര സമയത്തിനുള്ളിൽ എല്ലാവരും എന്ത് ചെയ്യണം? എഴുതി ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ ആൻസർ കീയും ഞാൻ സെൻഡ് ചെയ്യും. ആൻസർ കീയും സെൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പൊരുത്തപ്പെട്ട് നോക്കുക. ശരിയാണോ തെറ്റാണോ എന്ന് പൊരുത്തപ്പെട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ
എന്ത് ചെയ്യാം, എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്തു തരും. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.